പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് അഭിമാന നിമിഷം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും വർദ്ധിച്ചു വരുന്ന ആക്സിഡന്റ് കേസുകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആധുനിക സൗകര്യങ്ങളടങ്ങുന്ന ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അത്യാവശ്യ ഘടകമാണ്. എന്നാൽ പരാതികൾക്കും പരിഭവങ്ങൾക്കും ദുരിതങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് 23.7 കോടി രൂപ ഫണ്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് അനുവദിച്ചു. ഈ സന്തോഷ വാർത്ത സമുദ്രാവിഷനോട് പങ്കുവച്ചത് കല്ലുവാതുക്കൽ ബൈജു ലക്ഷ്മൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മെഡിക്കൽ കോളേജ് വാർഡ് മെമ്പറുമാണ്. നമസ്കാരം, ഞാൻ ബൈജു ലക്ഷ്മണൻ, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നിൽക്കുന്ന വാർഡിൻ്റെ മെമ്പറും കൂടിയാണ്. വളരെ സന്തോഷകരമായ വാർത്ത നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിമിഷം എത്തിയിരിക്കുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കേസുകൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. എന്നാൽ ഇവിടെ വേണ്ടുന്ന സംവിധാനങ്ങൾ, ആ ആക്സിഡൻറ്റ് പറ്റി രാത്രി കാലങ്ങളിലാണ് എത്തുന്നതെങ്കിൽ ന്യൂറോ സർജൻ്റെ അഭാവമുണ്ട്. അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റ്, അതുപോലെ നമ്മളെ എക്സ്റേ യൂണിറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് വേണ്ടി 23.7 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് കൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിരിക്കും, അവർക്ക് ചികിത്സയ്ക്ക് സൗകര്യം. പക്ഷേ ഇതിന് ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടുന്ന ഡോക്ടേഴ്സിനെ അടിയന്തരമായി സർക്കാർ നിയമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് കേസുകൾ വരുമ്പോൾ നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കണം. അത്തരത്തിൽ മെഡിക്കൽ കോളേജ് മാറേണ്ടതിൻ്റെ ആവശ്യകത അനിവാര്യമാണ്. അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനുവേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് അനുവദിച്ച് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇവിടെ പണി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ നല്ല വാർത്തകൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. നന്ദി, നമസ്കാരം. ഈ സന്തോഷ അവസരത്തിൽ അധികാരികൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ഒന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾക്കറിയാം, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി കെട്ടിടപ്പണി പൂർത്തിയാകുമ്പോൾ ആക്സിഡന്റ് കേസുകൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം സൗകര്യപൂർവ്വം മറന്നുകളയുന്നതാണോ? ആധുനിക സൗകര്യങ്ങളോടുകൂടി പണി പൂർത്തിയാകുമ്പോൾ അടിയന്തിരമായി ഡോക്ടേഴ്സിനെ നിയമിച്ചില്ലെങ്കിൽ ഇവയെല്ലാം പാഴ്ചിലവോ അധിക ചിലവോ ആയി മാറും. ഈ ഹോസ്പിറ്റലിൽ അത്യാവശ്യമായ ന്യൂറോ സർജൻ, കാർഡിയോളജിസ്റ്റ്, എക്സ്റേ വിഭാഗം, ഈ വിഭാഗങ്ങളിലൊന്നും ഡോക്ടേഴ്സിനെയോ ടെക്നീഷ്യന്മാരെയോ നിയമിച്ചിട്ടില്ല. പണികൾ പൂർത്തിയായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അടിയന്തിരമായി ഓരോ വിഭാഗത്തിലെയും ഡോക്ടേഴ്സിനെ നിയമിക്കുക എന്നുള്ളതാണ് വസ്തുത. കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചാൽ ആക്സിഡന്റ് കേസുകളിൽ പെട്ടുവരുന്ന രോഗികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം.